മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഓവർ തിങ്ക്, ഒരുപാട് ചിന്തിക്കുക എന്ന് പറയുന്നത്. അതിനെങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, ഞാൻ മധുഭാസ്കരൻ. പലരെയും അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആവശ്യത്തിൽ കൂടുതൽ ചിന്തിക്കുക എന്നാണ്. അതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു. ഓവർ തിങ്കിങ് വലിയൊരു പ്രോബ്ലമായി പലരും പറയാറുണ്ട്. അത്തരം ഓവർ തിങ്കിങ്ങുകൾ ഉണ്ടാകുന്ന എന്താണ്, അതെങ്ങനെയാണ് മറികടക്കാൻ പറ്റുക എന്നതുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓവർ തിങ്കിങ്ങിനെ മറികടക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിന്തകളെ ഒരു പേപ്പറിൽ എഴുതുക എന്നതാണ്. അങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നിങ്ങൾ ചെയ്ത് നോക്കൂ. അങ്ങനെ ഭയങ്കരമായി തിങ്കിങ്, ഓവറായിട്ട് ചിന്തകൾ വരുന്ന സമയത്ത് ഒരു പേപ്പർ എടുത്ത്, നോട്ട്ബുക്ക് എടുത്ത് ആ ചിന്തകൾ എന്ത് തരം ചിന്തകളാണ്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഒന്ന് എഴുതി തുടങ്ങി നോക്കൂ. നിങ്ങളുടെ ആ ചിന്തകളെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്കതിനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് എഴുതുക എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം സെൽഫ് പെർസെപ്ഷനെ ചെക്ക് ചെയ്യുക എന്നതാണ്. സെൽഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച. ഞാൻ കണ്ണട വെച്ചിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഈ കണ്ണടയിലൂടെ കാണുന്നതാണ് കാഴ്ച. ഇതുപോലെ മനസ്സിലൊരു കണ്ണടയുണ്ട്, അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ ഏത് കണ്ണടയിലൂടെയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ സെൽഫ് പെർസെപ്ഷൻ അനുസരിച്ചാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാവുമോ, പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് നിങ്ങൾ കുറവായ ഒരു കണ്ണടയിലൂടെ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് പെർസെപ്ഷൻ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന അവയർനെസ് ഇസ് ഹാഫ് ക്യൂർ എന്നാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ നിങ്ങൾക്കൊരു ആശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ വിലയിട്ടിരിക്കുന്നത്, നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, ഏത് കാഴ്ചയിലൂടെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ കാര്യം നോക്കിക്കോളൂ. ഓവർ തിങ്കിങ്ങിൽ വലിയ സ്വാധീനമുള്ള ഒരാളുണ്ട്. ആരാന്നറിയോ? ഭൂതകാലം ഇങ്ങനെ നമ്മളെ പിന്തുടർന്ന് വരും. നമ്മുടെ ചിന്തകളിൽ ബഹുഭൂരിപക്ഷവും ഭൂതകാലവുമായി ബന്ധപ്പെട്ടതാണ്. അത് വേണ്ടായിരുന്നു, അത് ചെയ്യണ്ടായിരുന്നു, ആ ബന്ധം വേണ്ടായിരുന്നു, അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ആ പ്രവൃത്തി അനിവാര്യമായിരുന്നില്ല, ദൈവതമ്പുരാൻ വന്നാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഭൂതകാലമെന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടി എന്തിന് നമ്മൾ ഇങ്ങനെ കൂടുതൽ സമയം ചിന്തിക്കുന്നു എന്നത് വലിയ മണ്ടത്തരമല്ലേ? നമ്മൾ അതിലേ ചെയ്യുക. അപ്പോൾ ഭൂതകാലത്തിനെ സൂക്ഷിക്കുക. ഭൂതകാലം ഒരു പാഠമാണ്. ഭൂതകാലം ഒരു ലേണിംഗ് ആണ്, ഇനിയുള്ള കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഭൂതകാലത്തിൻ്റെ ചിന്തകളാണോ നിങ്ങളിത് എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ചിന്തകളാണ് നിങ്ങളെ വലിട്ടിക്കുന്നത്. ഭൂതകാലത്തിൻ്റെ ചിന്തകളാണോ നിങ്ങൾ നയിക്കുന്നത്? മൂന്നാമത്തെ കാര്യം ഭൂതകാലത്തിൽ നിന്ന് പുറത്തു വരാൻ. നാലാമത്തത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഉണ്ടാവാൻ, അതിനെ ഫോക്കസ് ചെയ്യുക എന്നാണ്. അറ്റൻഷൻ, ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ. കാരണം നമ്മുടെ കയ്യിലുള്ളത് വർത്തമാനകാലം മാത്രമാണ്. ഭൂതകാലം കഴിഞ്ഞു പോയി, ഭാവി വന്നിട്ടുമില്ല. നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും ഒന്നില്ലെങ്കിൽ ഭൂതകാലത്തിൽ ജീവിക്കും, ഇല്ലെങ്കിൽ ഭാവിയിൽ ജീവിക്കും. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ മറന്നുപോയവർ. മൈൻഡ്ഫുൾനെസ് ഒക്കെ പറയില്ലേ? നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ആ മൊമെൻറ്റിനെ ആസ്വദിച്ച് ആ യാത്രയാണ്. ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവും, വീട്ടിൽ വന്നാലും ഓഫീസിൻ്റെ ചിന്തയായിട്ടിരിക്കും. അതിന് പകരം അങ്ങനെയല്ല. അത് എങ്ങനെയാണ് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തിനനുസരിച്ച്. നിങ്ങൾ കുട്ടികളെ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നു എന്നതാണ്. അവർക്ക് ആ മൊമെൻറ്റിൽ കളിക്കാൻ തുടങ്ങിയാൽ അവർ ഫുള്ളി കളിയിലാണ് ഇൻവോൾവ്. ആ സമയത്ത് പഠനത്തിനെക്കുറിച്ചോ വേറെ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തയില്ല. അപ്പോൾ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ മറികടക്കാൻ കഴിയും. അഞ്ചാമത്തെ കാര്യം നോക്കൂ. ജീവിതത്തിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 2, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിന് പകരം അതിനെ സ്വീകരിക്കുക എന്നതാണ്. കോവിഡ് നിങ്ങളുടെ കൺട്രോളിലല്ല. കോവിഡിനെക്കുറിച്ചല്ല ആശങ്കപ്പെടേണ്ടത്. കോവിഡിൽ എങ്ങനെ പെരുമാറണം എന്നത് നിങ്ങളുടെ കൺട്രോളിലാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾ കോവിഡിനെക്കുറിച്ചാണ് ചിന്തിക്കുക. നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക എപ്പോഴും പൊതുവേ. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യം ഏതാണ്, നിങ്ങളുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങൾ ഏതാണ്? നിങ്ങളുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളാണ് ചിന്തകൾ വരുന്നതെങ്കിൽ അതിനെ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ചിന്തയുണ്ടാവട്ടെ. ആറാമത്തെ കാര്യം നിങ്ങളുടെ ഫിയറുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ്. പേടി, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ്. കാരണം പേടി വല്ലാത്തൊരു പ്രശ്നക്കാരനാണ്. നിങ്ങളുടെ കാര്യക്ഷമതയെ കുറച്ച് കളയും,
നിങ്ങളുടെ പ്രവൃത്തികളെ അത് ബാധിക്കും. അപ്പോൾ പേടി എല്ലാവർക്കും ഉണ്ടാകും ഏതെങ്കിലും കാര്യങ്ങളിൽ. പക്ഷെ നിങ്ങളുടെ പേടി എന്താണെന്നും ആ പേടി എങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നതെന്നും നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം. കാരണം ഈ തോട്ട്സ് പലതും വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിത് പേടിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലോ, ഇങ്ങനെയെല്ലാം നടന്നാലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേടി എന്താണ്, ഇതൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇതിൽ ഏത് പ്രോബ്ലത്തിലാണ് നിങ്ങൾ മുങ്ങിക്കിടക്കുന്നത് എന്നത്. അടുത്ത പ്രധാനപ്പെട്ട 7ാമത്തെ കാര്യമാണ് സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. ഈ ഓവർ തിങ്കിങ് വരുന്നത് പ്രശ്നത്തിനെക്കുറിച്ചാണ്, പരിഹാരങ്ങളെക്കുറിച്ചല്ല. അപ്പോൾ പ്രശ്നങ്ങളുടെ തോട്ടിൽ നിന്ന് അതിൻ്റെ പരിഹാരങ്ങളിലേക്കുള്ള തോട്ടിലേക്ക് മാറിക്കൊള്ളുന്നത് ഭയങ്കര ബെനിഫിറ്റായി മാറും. അപ്പോൾ നിങ്ങൾ ഈ തോട്ട്സൊക്കെ എഴുതുമ്പോൾ അറിയാം ഈ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ പരിഹാരങ്ങളെക്കുറിച്ചല്ലേ കൂടുതൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സ്ട്രെങ്ത് സൊല്യൂഷൻസിലാവട്ടെ. 7ാമത്തെ കാര്യം. 8ാമത്തെ കാര്യം, അങ്ങനെ ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക. സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ സഹായിക്കും. സ്ട്രെസ്സ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിനെ വളർത്തുകൊണ്ടിരിക്കുകയാണ് ഈ തിങ്കിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ ഉണ്ടാവാം. പക്ഷേ അത് ഒരുപാട് കൂടിപ്പോയാൽ നിങ്ങളുടെ പ്രവർത്തനത്തിനെ ബാധിക്കും, നിങ്ങളുടെ എഫിഷ്യൻസിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരം അധിക ചിന്തകളെ വളരെ സൂക്ഷിച്ച്, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരം ചിന്തകളെ എഴുതി അതിന് രൂപം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പറയുന്നതിൽ എവിടെയെല്ലാമാണ് നിങ്ങൾ വഴിതെറ്റി പോകുന്നത് എന്ന് കറക്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാകും. നമ്മുടെ ചിന്തകളെ നമുക്ക് കൈകാര്യം ചെയ്യാമെങ്കിൽ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. മനസ്സിനെ കൈകാര്യം ചെയ്യാമെങ്കിൽ മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ കഴിയും. മനുഷ്യനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ലോകത്തിനെ കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ചിന്തകളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുക.